നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക കേൾവി ദിനമാണ് കടന്നുപോയത്. കേൾവിശക്തി എങ്ങനെ സംരക്ഷിക്കാം, കേൾവിശക്തി എങ്ങനെ കുറയാതെ നോക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സുൽഫി നൂഹുമുണ്ട്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. IME ആക്ഷൻ കമ്മിറ്റിയുടെ നാഷണൽ കൺവീനർ കൂടിയാണ് ഡോക്ടർ. പ്രേക്ഷകരെയും ഞാൻ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേൾവിശക്തിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് ഹലോ ഡോക്ടറിലേക്ക് വിളിച്ച് സംശയങ്ങൾക്ക് മറുപടി കണ്ടെത്താം. ഡോക്ടർ, കേൾവിശക്തി എന്ന് പറയുന്നത് ഏവർക്കും വളരെ അനുഗ്രഹീതമായ ഒന്നാണ്. കാരണം കേൾവിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ശബ്ദങ്ങളിലൂടെയാണ് നമ്മുടെ നിത്യജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തെ സന്തോഷകരമായി വെക്കുവാൻ കേൾവിശക്തി വളരെയധികം അത്യാവശ്യവുമാണ്. എന്നാൽ ഇന്നിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കേൾവിശക്തിയുടെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അത് സംരക്ഷിക്കുവാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അത്ര വലിയ ബോധ്യം നമുക്കില്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. കേൾവിശക്തി നഷ്ടമാകാതിരിക്കാൻ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കെപ്പോഴും കേൾവിയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ കാഴ്ച പോലെ ഒരുപക്ഷെ അതിനോടൊപ്പം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് തിരിച്ചറിയുന്നത് അതിലേക്ക് കുറവ് വരുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തൊട്ടു മുമ്പ് കടന്നുപോയ കേൾവി ദിനത്തില് കേൾവിയെക്കുറിച്ചുള്ള അവബോധം, അല്ലെങ്കിൽ കേൾവി നശിക്കാതിരിക്കാനുള്ള അവബോധം എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിച്ചേരുക, അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളൊരു സന്ദേശമാണ് ഇത്തവണയും വെച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് നമുക്ക് അടുത്ത ഒരു കൊല്ലത്തേക്ക് നമുക്ക് പ്രാവർത്തികമാക്കേണ്ടതായിട്ടുള്ളത്. കേൾവി പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിന് പ്രത്യേകിച്ച് ചില കാരണങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ കണക്കുകൾ നമ്മൾ അമ്പരപ്പിക്കുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ വളരെ അധികം ആൾക്കാർ കേൾവി നഷ്ടപ്പെട്ടു പോകുന്നു എന്നും അതിലെ കേൾവി നഷ്ടപ്പെട്ടു പോകുന്നതിൽ ഒരു നല്ല ശതമാനം ആൾക്കാരിലെ ഈ കേൾവി നഷ്ടം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെയധികം പ്രാധാന്യം അർഹിക്കും. നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ്, വളരെ നിസ്സാരവൽക്കരിച്ചു പോകുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് വസ്തുത. കേൾവി നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനായിട്ട് നമുക്ക് കേൾവി ആദ്യം തുടക്കം മുതലുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു നോക്കാം. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഇപ്പൊ എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും ഒക്കെ തന്നെ കേൾവി പരിശോധിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ജനിച്ചു വീണാൽ തന്നെ കുട്ടിയുടെ കേൾവി പരിശോധിക്കുകയും ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. ആ സ്ക്രീനിങ് ടെസ്റ്റിലൂടെ കേൾവി എത്രമാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും അതിനെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്നത് വളരെ പ്രാധാന്യം. ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫോളോ അപ്പ് ഉണ്ടാകുന്നു എന്ന് ഉറപ്പാക്കണം. അതില് ഒരു പക്ഷേ നമുക്കത് കേൾവിയിൽ എന്തെങ്കിലും ഒരു സ്ക്രീനിങ് ടെസ്റ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നാം അത് പരിശോധിക്കുകയും അത് ഏത് തരമാണ്, എന്ത് തരം കേൾവി കുറവാണെന്ന് പരിശോധിക്കുകയും അതിനനുസരിച്ച് ENT ഡോക്ടറുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുള്ള ടെസ്റ്റുകൾക്ക് വിധേയമാവുകയും ഒരു പക്ഷേ അതൊരു ജന്മനാ തന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണെങ്കിൽ ആദ്യം തന്നെ അത് പരിഹരിക്കുന്നത് വളരെയധികം കാര്യം നമ്മൾ ആദ്യം തന്നെ പരിഹരിച്ചില്ലെങ്കിൽ നമുക്കൊരു പക്ഷേ കേൾവി ഫ്യൂച്ചർ ഡെവലപ്മെന്റ് കേൾവി നമ്മുടെ സംസാരത്തിനെ ബാധിക്കുകയും അത് കേൾവിയെ സ്ഥായിയായി ഇല്ലാതാക്കുകയും ചെയ്യും. പലപ്പോഴും ഈ കോക്ലിയർ ഇംപ്ലാന്റ് പോലെയുള്ള സർജറികൾ ആവശ്യമായി വരികയാണെങ്കിൽ, അത്യപൂർവമാണ് വരികയാണെങ്കിൽ, നമുക്ക് അത് ഏറ്റവും നേരത്തെ ചെയ്യുകയും കൃത്യമായ അതിനകത്തൊരു പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയുകയും ചെയ്യും. പിന്നീടുള്ള ഘട്ടങ്ങളിലേക്ക് പോകുന്നതിന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യം ആണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം സ്കൂൾ ഗോയിങ് ഏജ് ഗ്രൂപ്പിലുണ്ട്, കുറച്ചുകൂടെ വലുതാകുമ്പോഴുണ്ട്, അതിലെ ഘടകങ്ങളിലേക്ക് നമുക്ക് വരാം. പക്ഷെ ഏറ്റവും പ്രാധാന്യമുള്ളത് മലയാളികൾ വളരെ നോയ്സി പീപ്പിൾ ആണ്, വളരെ ശബ്ദം ആസ്വദിക്കുന്ന, അല്ലെങ്കിൽ ശബ്ദം ഒരു ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിയാത്ത വ്യക്തികളാണ്. അപ്പൊ അതാണ് ഒരു പക്ഷേ നമ്മുടെ ഈ കേൾവി നഷ്ടപ്പെട്ടു പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ ആധുനിക സമൂഹത്തിൽ നിൽക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. നമ്മൾ എപ്പോഴും ഉയർന്ന ശബ്ദത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഇയർഫോൺ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് ഉപയോഗിച്ചുകൊണ്ട് കേൾക്കുന്ന രീതി, ഞാനും ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. ഡോക്ടർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഹെഡ്ഫോണിന്റെ അപാകതകളെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ എന്തിനാണ് ഇയർ പീസ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്വാഭാവികമായ ചോദ്യമുണ്ട്. ഞാനൊരു ഏറ്റവും അതിനെക്കുറിച്ച് ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ, ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മാത്രം ഹെഡ്ഫോൺസ് ഉപയോഗിക്കുക. ഞാനിപ്പോൾ ഒരു സൂമിലൂടെ ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഉപയോഗിക്കേണ്ടതായി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനെക്കാട്ടിയും പ്രാധാന്യം ഉപയോഗിക്കുന്ന രീതിയാണ്. ഉപയോഗിക്കുന്ന രീതി വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നു. അത് സാധാരണ ലോകാരോഗ്യ സംഘടന 60% താഴെ വോളിയം നിർത്തണമെന്ന് പറയുന്നു. പക്ഷെ ശരിക്കും ഞാനത് 30% ചുറ്റുവട്ടമാണ് ഞാൻ ഈ വോളിയം യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 30-40% ചുറ്റുവട്ടം വോളിയം ഏറ്റവും അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രം നമ്മൾ മീറ്റിംഗിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കാതിരിക്കുവാനോ ഏറ്റവും ചുരുങ്ങിയ സമയം ഹെഡ്ഫോൺസ്, ഇയർ പീസ് ഉപയോഗിച്ച് കേൾക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള വസ്തുത.
രണ്ട്, നമുക്ക് നമ്മളിപ്പോ നമ്മുടെ കോവിഡോട് കൂടിയാണ് ഈ ഹെഡ്ഫോൺസ് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലും ഗണ്യമായ വർധനവുണ്ടായത്. ഇപ്പൊ ക്ലാസ്സുകളിലെ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ പഠിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ യൂട്യൂബിലെ പല സിനിമകളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ആസ്വദിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും ഇയർഫോൺ ഉപയോഗിക്കരുത്. നേരെ സ്പീക്കറിൽ നിന്നും ലാപ്ടോപ്പ് ആണെങ്കിലും മൊബൈൽ ഡിവൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഐപാഡ് ആണെങ്കിലും എന്തിനാണെങ്കിലും ആ ഡിവൈസിലുള്ള വോളിയം ഉപയോഗിച്ചുകൊണ്ട് ഇത് കേൾക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതമായ രീതി. പ്രത്യേകിച്ച് ധാരാളം സമയം പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ 2-3 മണിക്കൂറും 4-5 മണിക്കൂറൊക്കെ ഇത് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഹെഡ്ഫോൺസ് ഉപയോഗിക്കാതിരിക്കുക. സ്പീക്കറിലേക്ക് നാം സ്പീക്കർ ഫോൺസ് അല്ലെങ്കിൽ സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ട്, സിസ്റ്റത്തിന്റെ സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ട് നാം അത് കേൾക്കുകയും ചെയ്യുന്ന ഒരു രീതിയിൽ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അത് ഒരു വസ്തുത. അടുത്ത വസ്തുത, നമ്മൾ നോയ്സി സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സിനിമാ തിയേറ്ററിൽ പോകുന്നു. സിനിമാ തിയേറ്ററിൽ ഒരു 3 മണിക്കൂർ വളരെ വയലന്റ് ആയിട്ടുള്ള, വളരെ പാട്ടും ബഹളവും അടിയും ഒക്കെ കാണിക്കുന്ന ഒരു സിനിമയിൽ പലപ്പോഴും സിനിമാ ഹാളുകളിലൊക്കെ തന്നെ ഇതിന്റെ ഡെസിബൽ കണക്ക് ഏതാണ്ട് 70, 80, 100-നടുത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു പ്രത്യേക പരിധിക്ക് മുകളിലേക്ക് ഇത്രയും സമയം നാം ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് കേൾവിയെ പരിപൂർണമായി നശിപ്പിക്കുക. അതാണ് ഇതിന്റെ അപകടം. ഇതൊരു ടെമ്പററി മെഷർ അല്ല. കാരണം ഉയർന്ന ശബ്ദം ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ കേൾവിയെ സ്വീകരിച്ച് തലച്ചോറിലേക്ക് കൊണ്ടുപോകുന്ന ഹെയർ സെൽസ് എന്ന് പറയും. വെളിയിരിക്കുന്ന ഹെയർ സെൽ അല്ല, ഇന്നർ ഇയറിലെ ഹെയർ സെൽസ് ആണ്. അതൊരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചർ നശിപ്പിക്കപ്പെടും. അത് നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പരിപൂർണമായിട്ടും എന്നേക്കുമായും കേൾവി നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ നോയ്സി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇയർ പ്രൊട്ടക്ഷൻ നമുക്ക് പ്രാധാന്യം അറിയിക്കുന്നത് മനസ്സിലാക്കാൻ. സിനിമാ തിയേറ്റർ ആവാം, ഡിസ്കോത്തീക്കാവാം, അല്ലെങ്കിൽ കോളേജുകളിലെയും മറ്റ് സ്ഥലങ്ങളിലെയും ഒക്കെ പ്രോഗ്രാമുകളാകാം, രാഷ്ട്രീയ പാർട്ടികളുടെയും മതസംഘടനകളുടെയും ഒക്കെ പ്രോഗ്രാമുകളാകാം. തീർച്ചയായിട്ടും സ്പീക്കറിനടുത്ത് നിൽക്കുക. ധൈര്യസമേതം പ്രോഗ്രാം ഓർഗനൈസേഴ്സിനോട് വോളിയം കുറച്ച് വെക്കണമെന്ന് കർശനമായി ആവശ്യപ്പെടുക. അവർ കേൾക്കില്ല. വളരെ രസകരമായ കാര്യങ്ങളുണ്ട്. മൈക്ക് ഓപ്പറേറ്ററിനോട് വോളിയം കുറയ്ക്കാൻ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ കേൾവി വളരെ നേരത്തെ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവണം. അതുകൊണ്ട് വോളിയം കുറച്ച് വെക്കാൻ കർശനമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക്, ഒരു സംസ്കാരത്തിലേക്ക് നാം എത്തണം. അതിനുമപ്പുറം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മൾ ഒരു ഹോൺ അടിക്കുക എന്ന് പറഞ്ഞാൽ എതിരെ വരുന്ന ഒരാളിനെ ആവശ്യമില്ലാത്ത സമയത്ത്, അയാളുടെ ആക്സിഡന്റ് ഒഴിവാക്കാൻ വേണ്ടി മാത്രമേ ഹോൺ അടിക്കാവൂ. അല്ലാത്ത തരത്തിൽ നാം ഹോൺ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിരെ വരുന്ന ഒരാൾക്കാരനെ അസഭ്യവർഷം ഉപയോഗിക്കുന്നതിന് തുല്യമായിട്ട് കണക്കാക്കണം. അതാണ് പല വിദേശ രാജ്യങ്ങളിലും ആ ഒരു കോൺസെപ്റ്റോട് കൂടിയാണ് പോകുന്നത്. അപ്പൊ എയർ ഹോണുകൾ ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ ഹോണുകൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഏറ്റവും അത്യാവശ്യ സമയങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. അതിനുമപ്പുറം ചില വർക്ക് പ്ലേസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ടൈൽ കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതൊരു ഫാക്ടറീസിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള സമയത്ത് ഉയർന്ന ശബ്ദം തുടർച്ചയായിട്ട് കേൾക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഇയർ പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ ഉപയോഗിക്കാം. അല്ലാതെ അത്തരം തൊഴിലാളികൾക്ക് അത് ജോലി ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ആ ഒരു സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് ഉയർന്ന ശബ്ദം കേൾക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരുന്ന സന്ദർഭങ്ങളിൽ ഇപ്പൊ നോയിസ് ക്യാൻസലേഷൻ ഡിവൈസ് പോലെയുള്ള വളരെ വില കൂടിയ സാധനങ്ങളൊന്നും വേണമെന്നില്ല. പക്ഷെ ചെവിയിലേക്ക് ശബ്ദ തരംഗങ്ങൾ പോകാതിരിക്കാനുള്ള എന്ത് ഡിവൈസും നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ശബ്ദം ഉള്ളിലേക്ക് പോകാത്ത തരത്തിലുള്ള മെത്തേഡ് എടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും. പ്രത്യേകിച്ച് ഈ മേഖലകളിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇതാണ് നമ്മൾ ഹൈ വോളിയം കൊണ്ടുണ്ടാകുന്ന ഒരു ഇമ്പാക്ട്. ശരി, വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചിരിക്കുകയാണ്. തളിപ്പറമ്പിൽ നിന്നും മാധവൻ ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ സർ. വെരി ഗുഡ് ആഫ്റ്റർനൂൺ മാധവൻ. നല്ല നമസ്കാരം സാർ. സാർ, എന്റെ ഭാര്യ 56 വയസ്സുണ്ട്. ഒരു 20 വർഷം മുമ്പേ വലത് ചെവിയുടെ ഇയർ ഡ്രമ്മിന് ചെറിയ ഓസ് വീണു. അത് ഡോക്ടറെ കാണിച്ച് കുറെ ചികിത്സിച്ചു പോയ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ മംഗലാപുരത്ത് വെച്ചിട്ട് അതിന് സർജറി കഴിഞ്ഞു. അപ്പൊ അത് സക്സസ് ആയിട്ടില്ല. അപ്പൊ രണ്ടാമത് വീണ്ടും കാണിച്ച സമയത്ത് വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ പറഞ്ഞു അത് എനിക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ അവര് ഈ അടുത്ത കാലത്തായിട്ട് കേൾവിക്ക് കുറവ് വന്നിട്ടുണ്ട്. സാധാരണ കേൾവിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ആ ചെവിയിൽ, ഈ വലത് ചെവിയിൽ നിന്ന് ഇടയ്ക്ക് ഒരു ദ്രാവകം ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഭാവിയിൽ? ഈ കേൾവി കുറവിന്റെ ഇതിന്റെ ഭാഗമായിട്ടാണോ കേൾവി കുറവെന്ന് അത്രയും കാര്യങ്ങളാണ് അറിയുന്നത്. വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ കർണപടത്തിലേക്ക് സുഷിരം വീഴുക. ഞാൻ അതിലേക്ക് ഈ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് അതിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അത് വിശദീകരിക്കേണ്ടി വരും. നമ്മുടെ കർണപടം വളരെ നേർത്തതാണ്. വളരെ നേർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയൊരു ട്രോമ പോലും നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇയർബഡ്സ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ നോക്കുന്നു, അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം മറ്റെന്തെങ്കിലും. അപ്പൊ വെറുതെ ഇരിക്കും. പലർക്കും പല കാരണങ്ങൾ. ചിലപ്പം പേന
അല്ലെങ്കിൽ എന്താ പറയാ താക്കോലിന്റെ അറ്റം, അതൊക്കെ തന്നെ ചെവിയിലിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. കർണപടത്തിനുണ്ടാവുന്ന ചെറിയ ചെറിയ ഇഞ്ചുറീസ് പോലും നമുക്കറിയാം. കണ്ണുകൾ നമ്മൾ അങ്ങനെ മീൻസ് കണ്ണുകൾ നമ്മൾ തൊടുകയോ അതില്ലെങ്കിൽ അതിൽ സ്പർശിക്കുകയില്ല. അതേ ഇമ്പോർട്ടൻസോട് കൂടി ചെവിയുടെ ഉൾഭാഗവും നാം സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു ട്രോമ വരുന്നു, ചെറിയൊരു എന്തെങ്കിലും ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ ചെറിയൊരു മുറി വരുന്നു, അതിലേക്ക് അണുബാധയുള്ള വെള്ളം അല്ലെങ്കിൽ അണുക്കൾ കലർന്ന വെള്ളം ഉള്ളിലേക്ക് കലർന്നു, ആ ഭാഗത്ത് ഇൻഫെക്ഷൻ വരുന്നു, അത് ക്രമേണ അത് കർണപടത്തിലേക്ക് ഒരു സുഷിരമുണ്ടാക്കും. കർണപടത്തിലെ ശബ്ദ തരംഗങ്ങൾ വീണിട്ടാണ് അത് ചെവിയുടെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന ആ ഒരു പ്രക്രിയയെ തടസ്സം ഉണ്ടാക്കുക അവിടെ ഹോൾ വീണ് കഴിയുമ്പോൾ. കർണപടം വളരെ നേർത്ത ഒരു മെംബ്രെയിനായിട്ട് ഇരിക്കുമ്പോൾ അതിലേക്ക് ശബ്ദ തരംഗങ്ങൾ വീണാണ് ബ്രെയിനിലേക്ക് പോയിട്ട് നമ്മളെ ശബ്ദം കേൾക്കാൻ സഹായിക്കുന്നത്. അപ്പൊ കർണപടത്തിൽ ഒരു സുഷിരം വീഴുമ്പോൾ തീർച്ചയായിട്ടും ശബ്ദതരംഗങ്ങൾ അവിടെ തട്ടത്തില്ല. അവിടെ തട്ടുമ്പോൾ ഭാഗികമായി മാത്രമുള്ള ശബ്ദതരംഗങ്ങൾ സ്വീകരിക്കപ്പെടും, ഭാഗികമായി മാത്രം ഉള്ളിലേക്ക് പോവുകയും അത് ഭാഗികമായ ശബ്ദം കേൾക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ കേൾവി കുറവ് ഉണ്ടായിരിക്കുകയാണ്. ഇപ്പൊ ഓപ്പറേഷൻ ചെയ്തു എന്നത്, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി സാധാരണ ചെയ്യുന്നത് പഴുപ്പുള്ള ഭാഗങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ ചെവിയുടെ പുറകെയുള്ള ഭാഗത്ത് പഴുപ്പിന്റെ ഭാഗമുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുകയും അതോടൊപ്പം തന്നെ കേൾവി തിരിച്ചു കെട്ടുവാനായിട്ട് മറ്റൊരു ടിഷ്യൂവിനെ എടുത്തിട്ട്, ഒരു ഫേഷ്യ എടുത്തിട്ട് നമുക്ക് ആ ഭാഗത്തേക്ക് പിടിച്ചു വെപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സാധാരണ ഈ ഓപ്പറേഷൻ ചെയ്യാറുള്ളത്. താങ്കളുടെ കാര്യത്തിൽ, ഇപ്പൊ വൈഫിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് പ്രോബബ്ലി വീണ്ടും ഒരു ഇൻഫെക്ഷൻ വരികയോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ ആ ടിംപാനിക് മെംബ്രെയിനിലുണ്ടായിരുന്ന സുഷിരം അടയ്ക്കുന്ന സർജറിയിൽ പരിപൂർണമായ വിജയം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ചെയ്യേണ്ടത്, ഇപ്പോഴുണ്ടാകുന്ന ഇൻഫെക്ഷൻ, ഇപ്പോൾ തീർച്ചയായിട്ടും ഡിസ്ചാർജ് ഉണ്ടെന്ന് പറയുന്നു, ഒരു ENT ഡോക്ടറെ വീണ്ടും കാണിക്കുക. ഈ പസ് ഡിസ്ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക് മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ തോതിൽ കൃത്യമായ അളവിൽ കഴിക്കുക. പലപ്പോഴും ആന്റിബയോട്ടിക്സുകൾ നമ്മൾ 2-3 ദിവസം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ 5 ദിവസം കഴിക്കുമ്പോൾ ഇൻഫെക്ഷൻ കുറഞ്ഞിരിക്കും. പക്ഷെ ഡോക്ടറിന്റെ അളവിൽ ഫുൾ കോഴ്സ് ചിലപ്പോൾ 7 മുതൽ 14 ദിവസം വരെയൊക്കെ ഡോക്ടർ ആന്റിബയോട്ടിക്സ് നിർദ്ദേശിച്ചിരിക്കാം. അത് ഫുൾ കോഴ്സ് കഴിക്കുക. ഇയർ ടോയ്ലറ്റ് എന്ന് പറയും, അതായത് ഡോക്ടറിനെ കൊണ്ട് തന്നെ ചെവിയുടെ ഉൾഭാഗം ക്ലീൻ ചെയ്യിക്കുന്ന ഒരു രീതിയാണ് സാധാരണ സ്വീകരിക്കാറുള്ളത്. പസ് ഉള്ളിൽ കിടക്കുകയാണെങ്കിൽ ആ പഴുപ്പിനെ സക്ഷൻ അപ്പാരറ്റസ് വെച്ചോ അല്ലെങ്കിൽ ഡ്രൈ മോപ്പിംഗ് രീതി വെച്ചിട്ടോ അതിനെ പരിപൂർണമായിട്ടും ക്ലീൻ ചെയ്ത് പുറത്തേക്ക് കളയുക. ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ഒരുപക്ഷെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, 50 വയസ്സായ ആളാണ്, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസിനെ നല്ലവണ്ണം നിയന്ത്രിച്ച് നിർത്തുക. ഒരുപക്ഷെ ഈ പസ് പഴുപ്പെടുത്തിട്ട് കൾച്ചർ ചെയ്യേണ്ടി വരും, ഏതുതരം അണുബാധയാണ് വന്നിരിക്കുന്നതെന്ന്. കൾച്ചർ സെൻസിറ്റിവിറ്റിക്ക് അനുസരിച്ചുള്ള ആന്റിബയോട്ടിക്കോ അല്ലെങ്കിൽ ആന്റി ഫംഗൽ മരുന്നുകളോ മറ്റ് ഡ്രോപ്സോ ഒക്കെ നൽകേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആ മരുന്നുകൾ നൽകുക. അപ്പോൾ നമ്മുടെ ചെവിയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ പാർട്ട് ഭേദമാകും. പക്ഷേ കേൾവി തിരിച്ചു കിട്ടണമെങ്കിൽ തീർച്ചയായും വീണ്ടും ഒരു സർജിക്കൽ ഓപ്ഷൻ ആവശ്യമാണ്. നമ്മുടെ കേൾവി പരിശോധിക്കുക. ഡോക്ടർ പറയുകയാണെങ്കിൽ മറ്റ് ടെസ്റ്റുകൾ, CT സ്കാൻ പോലെയുള്ള, എക്സ്റേ പോലെയുള്ള ടെസ്റ്റുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. പരിപൂർണമായിട്ടും കേൾവിയിൽ ഗണ്യമായ കുറവുണ്ടായിരിക്കുന്നു, നമുക്ക് വീണ്ടും ഒരു സർജറിയിലൂടെ നമുക്കത് കേൾവി തിരിച്ചു കിട്ടാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അത് നല്ല രീതിയിൽ നല്ല കെയറോടുകൂടി ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് കേൾവി തിരിച്ചു കിട്ടും. പക്ഷെ ഏറ്റവും പ്രാധാന്യമുള്ളത്, ഒരു പക്ഷേ സർജറി കഴിഞ്ഞാൽ പോലും ചെവിയെ കണ്ണുകൾ പോലെ സംരക്ഷിക്കുക. ചെവിയുടെ ഉൾഭാഗം സ്വന്തം ചെവിയുടെ ഉൾഭാഗമാണെന്ന് കരുതാതെ അത് ഡോക്ടറിനെ കൊണ്ട് മാത്രം തൊടുന്ന ഒരു രീതിയിലേക്ക് ചെവിയിലേക്ക് വെള്ളം കടന്നു പോകാതെ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്തെ സംരക്ഷിച്ച് നിർത്തുകയാണെങ്കിൽ കേൾവിയും തീർച്ചയായിട്ടും തിരിച്ചു കിട്ടുമെന്നുള്ളതാണ് വസ്തുത. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ചില അപകടങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കേൾവി ശക്തിയെ കൃത്യമായ രീതിയിൽ സംരക്ഷിക്കാത്തതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. രോഗങ്ങളുടെ ഭാഗമായിട്ട് ഇത്തരത്തിൽ കേൾവി ശക്തി നഷ്ടമാകാനുള്ള സാഹചര്യം എത്രത്തോളമാണ്? ഏതൊക്കെ രോഗങ്ങളെയാണ് നമുക്ക് അത്തരത്തിൽ ഭയക്കേണ്ടത്? അതിന്റെ സൂചനകൾ എന്തെല്ലാമാണ്? നമുക്ക് അപ്പം ആദ്യമായിട്ട് നമുക്ക് കേൾവി നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു കാര്യങ്ങളിൽ കുട്ടികളുടെ കാര്യത്തിൽ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ പറയും, കുട്ടി പഠിക്കാൻ ക്ലാസ്സിൽ പെട്ടെന്ന് വളരെ നല്ലോണം പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്, ഒരു ശ്രദ്ധക്കുറവുണ്ട്, കേൾക്കുന്നില്ലാത്തതുപോലെ തോന്നുന്നു, പുറകോട്ട് പോകുന്നു. അപ്പൊ നമ്മൾ ആ കുട്ടിയുടെ കേൾവി ഒന്ന് ഡോക്ടറെ കാണിച്ച് പരിശോധിക്കേണ്ടതും കൂടിയുണ്ട്. കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, വളരെ സിമ്പിളായി നമ്മുടെ ചെവിയുടെ എല്ലാവരുടെയും ചെവിയിൽ നമുക്ക് ഒരു സെക്രീഷൻസ് ഉണ്ട്, വാക്സ് എന്ന് പറയും. ഈ വാക്സ് ഇമ്പാക്റ്റഡ് ആയിട്ട് വളരെ സിമ്പിൾ ആണ്. ആ വാക്സ് മരുന്നുകൾ ഒഴിച്ച് അരിച്ച് മാറ്റിക്കഴിഞ്ഞാൽ കേൾവി തിരിച്ചു കിട്ടും. ഇതൊരു രോഗമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ പോലും വളരെ സിമ്പിൾ ആയിട്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ്. രണ്ടാമതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്, നമ്മുടെ കുട്ടികളിൽ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിൽ സ്ഥിരമായി നിൽക്കുന്ന മൂക്കൊലിപ്പ്, തുമ്മല്, മൂക്കടവ്, ജലദോഷം, അഡിനോഡ് ഗ്രന്ഥിയുടെ ലക്ഷണങ്ങൾ, അതായത് വാ തുറന്ന് ശ്വാസം വിടുക, കൂർക്കം വലിക്കുക, പല്ലുന്തി വരിക, ഇത്തരം കാര്യങ്ങൾ ഉള്ളപ്പോൾ, അലർജിയോ അല്ലെങ്കിൽ അഡിനോയിഡിന് ദീർഘമോ ഉള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ മൂക്കിന് പാലത്തിന് അതീവ ഗുരുതരമായ അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള, കൂടുതൽ വലിയ വളവൊക്കെ നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ മൂക്കിനും ചെവിക്കും ഇടയ്ക്ക് ഒരു ട്യൂബ് ഉണ്ട്, യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് പറയും. ഈ ട്യൂബിലേക്ക് നമ്മുടെ മൂക്കിലുള്ള ഇൻഫെക്ഷൻസിന്റെ ഭാഗം കടന്നു പോകും. അത് പലപ്പോഴും ഒരുപക്ഷെ ഒരു മൂക്കിലുണ്ടാകുന്ന അല്ലെങ്കിൽ തൊണ്ടയിലുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു വൈറൽ ഫീവറിന്റെയോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷന്റെയോ ഭാഗമായതിനു ശേഷമായിരിക്കും.
അപ്പൊ ഈ ചെവിയിലേക്ക് ആ സെക്രീഷൻസ് കളക്ട് ചെയ്യുകയും അത് നമ്മുടെ കേൾവിയെ ഇല്ലാതാക്കുകയും ചെയ്യും. പലപ്പോഴും ഒരു മൈൽഡ് ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാകുക. പരിപൂർണമായിട്ടും കേൾവി നഷ്ടപ്പെടില്ല, കേൾവി ഒരു കുറവായിരിക്കും. അപ്പൊ കുട്ടി എന്ത് പറ്റുന്ന വെച്ചാൽ കുട്ടി ക്ലാസ്സിൽ ഇരിക്കുകയാണ്, ക്ലാസ്സിൽ പറയുന്ന പകുതിയെ കേൾക്കുള്ളൂ. ടീച്ചർ പറയുന്ന മുൻപൊക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ച് മുഴുവൻ കേട്ടിട്ടുള്ള കുട്ടി പകുതി മാത്രമേ കേൾക്കുന്നുള്ളൂ, പകുതി മാത്രമേ നോട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചേരും. അപ്പൊ അത്തരം ഒരു സന്ദർഭത്തിൽ നമുക്ക് ഇതിനെ വളരെ നല്ല രീതിയിൽ ചികിത്സിച്ച് പരിപൂർണമായിട്ടും മാറ്റാൻ കഴിയുന്നതാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമുക്ക് കുട്ടിയുടെ അഡിനോയിഡ് ഗ്രന്ഥിക്ക് വീർക്കമുണ്ടോ അല്ലെങ്കിൽ അലർജിയുടെ മറ്റു കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഒരുപക്ഷെ അലർജി നിയന്ത്രിക്കുവാനുള്ള സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകളോ, ഒരുപക്ഷെ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പം ഒരു പ്രായം കഴിഞ്ഞിട്ടും ഒക്കെ തന്നെ വലുതായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് മറ്റ് ട്രീറ്റ്മെന്റും അലർജിയുടെ മരുന്നുകൾ കൊണ്ട് മാറാൻ നിൽക്കുന്ന രീതിയിലാണ് നിൽക്കുന്നെങ്കിൽ ഈ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീർക്കം മാറ്റുക. അതോടൊപ്പം തന്നെ ചെവിയുടെ മൂക്കിനിടയ്ക്കുള്ള യൂസ്റ്റേഷ്യൻ ട്യൂബിലുള്ള കളക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് മാറ്റുകയൊക്കെ തന്നെ ഇതിന്റെ ഒരു ചികിത്സയാണ്. പിന്നെ മറ്റു കാരണങ്ങൾ മൂലം അതുകൂടെ കഴിഞ്ഞ് അതും കഴിഞ്ഞ് കുറച്ചുകൂടെ വലിയ രോഗങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യം നമ്മുടെ ഈ പറഞ്ഞ ഇൻഫെക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ചെവിയുടെയും മൂക്കിനിടയ്ക്കുള്ള യൂസ്റ്റേഷ്യൻ ട്യൂബിലേക്ക് നീര് കെട്ടുന്നത് പിൽക്കാലങ്ങളിൽ അതിൽ സുഷിരമുണ്ടാക്കും. ഈ പറഞ്ഞ മാതിരി നമ്മൾ കുത്തിപ്പൊട്ടിക്കണമെന്നൊന്നുമില്ല, വെള്ളം കയറണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ അതിലൊരു സുഷിരമുണ്ടാക്കും. കർണപടത്തിലേക്ക്, അതായത് മൂക്കിന്റെ ഉള്ളിൽ നിന്നും ചെവിയിലേക്ക് പോകുന്ന ആ ട്യൂബിലുണ്ടായിരുന്ന ഫ്ലൂയിഡ് കളക്ഷൻ കർണപടത്തിൽ ഒരു സുഷിരമുണ്ടാക്കും. ആ സുഷിരം കാലക്രമേണ കേൾവിയെ നശിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ അപ്പോൾ അതിനും കൃത്യമായ ട്രീറ്റ്മെന്റ് ഉണ്ട്. മുമ്പ് നമ്മുടെ ഒരു ഫോണിൽ അദ്ദേഹം വിളിച്ചു സംസാരിച്ചതുപോലെ തന്നെ അഗ്രസീവായിട്ട് അതിനെ ആന്റിബയോട്ടിക്സ് ആവശ്യമാണെങ്കിൽ നൽകുക, ചെവിയിൽ വെള്ളം കയറാതെ സംരക്ഷിക്കുക, ആവശ്യമാണെങ്കിൽ ഒരുപക്ഷെ കർണപടത്തിലെ സുഷിരം അടഞ്ഞു വരാതിരിക്കുന്ന സാഹചര്യത്തിൽ ഓപ്പറേഷനിലേക്ക് നീങ്ങുക. അത് നമ്മുടെ കേൾവിയെ സംരക്ഷിക്കുവാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചില ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ ഇപ്പൊ തന്നെ നമ്മുടെ മംസ് പോലെയുള്ള രോഗം ഇപ്പൊ വ്യാപകമായിട്ടുണ്ട്. നമ്മുടെ കൊച്ചുകുട്ടികളിലും സ്കൂൾ ഗോയിങ് കുട്ടികളിലും ഒക്കെ തന്നെ വളരെയധികം ആൾക്കാരിൽ മംസ് ഉണ്ട്. മംസ് പോലെയുള്ള ചില വൈറൽ രോഗങ്ങളൊക്കെ തന്നെ കേൾവിയെ നശിപ്പിക്കും, കേൾവിയുടെ നെർവുകളെ ബാധിക്കും. അത് ഒരു പെർമനന്റ് ആയിട്ട് നമുക്ക് ഒരു കേൾവിയെ നശിപ്പിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരം രോഗങ്ങൾക്ക്, മംസ് പോലെയുള്ള രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിനേഷൻ വളരെയധികം പ്രാധാന്യം അറിയിക്കുകയാണ്. വാക്സിനേഷൻ എടുത്ത ആൾക്കാരിൽ ഇത്തരം രോഗങ്ങൾ വരികയും ഒരുപക്ഷെ അത് കേൾവിയെ നശിപ്പിക്കാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. മറ്റ് വൈറസ് രോഗങ്ങൾ അതുപോലൊപ്പം തന്നെയാണ് ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങൾ. അത്തരം രോഗങ്ങൾ, അമ്മയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ കുട്ടിക്ക് ജനിച്ചാൽ ഉടനെ തന്നെ കേൾവി കുറവുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സാധാരണഗതിയിൽ ഇത്തരം രോഗങ്ങളാണ് പൊതുവെ നമുക്ക് കേൾവിയെ സാധാരണഗതിയിൽ ബാധിക്കുവാൻ സാധ്യതയുള്ള കാരണങ്ങൾ. ഇതിനെ നമ്മൾ ആദ്യമേ അഡ്രസ് ചെയ്യുകയാണെങ്കിൽ, ഈ കേൾവി നാശത്തിന് കാരണം ഇതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് വസ്തുത. കൂടി ചേരുകയാണ് എറണാകുളത്ത് നിന്നും മറിയാമ്മ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ മറിയാമ്മ, ടിവിയുടെ ശബ്ദം കുറച്ച് വെച്ചിട്ട് ഡോക്ടറോട് സംസാരിക്കും. ഹലോ ഹലോ നമസ്തേ അമ്മ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. വെരി ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് ഒരു 10 വർഷത്തിന് മുമ്പ് ചെവിയിൽ ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നായിരുന്നു മാഡം സാർ. ഒരു 10 വർഷത്തിന് മുമ്പ് ഈ ചുമയൊക്കെ വന്നിട്ട് അത് ചെവിയിലോട്ട് പടർന്ന് അവിടെ ചെവി ഇൻഫെക്ഷൻ ആയി. അത് പഴുപ്പ് പോലെ വന്ന് ചെവിക്ക് കേൾവി കുറവ് ഒക്കെ വന്ന് അത് ട്രീറ്റ് ചെയ്ത് ആന്റിബയോട്ടിക് ഒക്കെ കഴിച്ച് മാറിയായിരുന്നു. എനിക്ക് ഇപ്പൊ ഉള്ള പ്രോബ്ലം, എനിക്ക് 75. ഇപ്പോഴുള്ള കാര്യം കൂടെ പറയൂ. ഇപ്പൊ ഉള്ള പ്രോബ്ലം എന്താന്ന് വെച്ചാൽ എനിക്ക് എവിടെയെങ്കിലും സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അത് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ തെക്ക് വശത്ത് ആണ് സൗണ്ട് കേട്ടെങ്കിൽ അതെനിക്ക് വടക്ക് വശത്താണെന്നാണ് മനസ്സിലാകണത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത് മുൻപ് ഉണ്ടായിരുന്ന ഇയർ ഇൻഫെക്ഷൻസിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ കേൾവി കുറഞ്ഞിരിക്കുന്നത് എന്ന് നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ഓൾഡ് ഏജിൽ, എസ്പെഷ്യലി ഓൾഡ് ഏജ് എന്ന് പറഞ്ഞാൽ ഇപ്പം 70s ഒന്നും ഓൾഡ് ഏജ് അല്ലെന്ന് വേണമെങ്കിൽ പറയാം. എങ്കിൽ പോലും ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഉയർന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, വളരെ ചെറിയ പ്രായത്തിലൊക്കെ തന്നെ കേൾവി പോകുന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ പ്രസ്ബാക്ടീസിസ് എന്ന് പറയും, നമ്മൾ കൃത്യമായിട്ട് ഒരു ഏജ് ഗ്രൂപ്പിന് മുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ നെർവുകൾക്ക് ഒരു കേൾവി തകരാറുണ്ടാകാനുള്ള ഒരു സാധ്യത എല്ലാവർക്കും നിലവിലുണ്ട്.
നിലവിലുണ്ട്. അപ്പൊ അതുമൂലമാണോ കേൾവി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതെന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ENT ഡോക്ടറെ കാണുക, ഡോക്ടർ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകൾ ചെയ്യുക, എന്തുകൊണ്ടാണ് കേൾവി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് നോക്കുക. ഏറ്റവും സർവ്വസാധാരണമായിട്ട് ചെയ്യുന്നത് ഓഡിയോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റാണ്. അതോടൊപ്പം തന്നെ ടിമ്പനോഗ്രാം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചെയ്യാം, മറ്റു ടെസ്റ്റുകളും ലഭ്യമാണ്. പക്ഷേ ഈ 2 ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ തന്നെ കേൾവി ഏത് തരമാണ് എന്ന് ഏതാണ്ട് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഡോക്ടർ തന്നെ പരിശോധിച്ചിട്ട് ക്ലിനിക്കൽ എക്സാമിനേഷനിലൂടെയും നമുക്ക് കേൾവി ഏത് തരമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് ഡോക്ടറിന് മനസ്സിലാകും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ടെസ്റ്റുകൾ നമുക്ക് ലഭ്യമാണ്. ആ ടെസ്റ്റുകളൂടെ ചെയ്യാം. അപ്പൊ കേൾവി ഏത് തരമാണ് എന്ന് മനസ്സിലാകും. അപ്പൊ എന്ത് കാരണം കൊണ്ടാണ് കേൾവി നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് പ്രാധാന്യം അറിയിക്കുന്നു. പിന്നെ അമ്മയുടെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു കാരണവശാലും ചെവിയിൽ മുമ്പ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്ന സ്ഥിതിവിശേഷത്തിനകത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ചെവിക്കകത്ത് ഒന്നും ഇടാതിരിക്കുക. അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെവിയുടെ ഉൾഭാഗത്ത് സ്പർശിക്കുന്ന ഒരു കാര്യം കൊണ്ടും സ്പർശിക്കാതിരിക്കുക, ഉയർന്ന ശബ്ദം കേൾക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൊതുവായിട്ട് നിലവിലുണ്ട്. പക്ഷേ ENT ഡോക്ടറിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് കേൾവി പരിശോധിച്ചിട്ട് ഏത് തരമാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചികിത്സ തീർച്ചയായിട്ടും ലഭ്യമായിരിക്കും. മറിയാമ്മയ്ക്ക് വ്യക്തമായി എന്നാണ് മനസ്സിലാവുന്നത്. ഡോക്ടർ, ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് ഓരോരുത്തരും കേൾവിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മളിപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ജീവിത സാഹചര്യങ്ങളിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഓരോ ഗാഡ്ജറ്റുകൾ അത് നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ പലരും അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു കേൾവി ശക്തിയെ സംരക്ഷിക്കുവാൻ അല്ലെങ്കിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കേൾവി ശക്തിയെ വർദ്ധിപ്പിക്കുവാൻ വ്യായാമമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ജീവിതശൈലി കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുവാൻ സാധിക്കുന്നത്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് നമ്മുടെ കേൾവി നോർമലാണോ നമ്മൾ അറിയണമല്ലോ. അതിന് സ്വയം പരിശോധിക്കാനുള്ള ആപ്പുകൾ ലഭ്യമാണ്. ഇപ്പൊ ലോകാരോഗ്യ സംഘടന തന്നെ കേൾവി കേൾക്കുവാനുള്ള ആപ്പുകൾ, അതായത് അതിനകത്ത് കുറച്ച് ചില മൊഡാലിറ്റീസ് ഉണ്ട്. അതൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ കേൾവി നോർമലാണോ അതോ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ഒരു സ്ക്രീനിങ്, പരിപൂർണമായ ടെസ്റ്റുകൾ അല്ലെങ്കിൽ പോലും സ്ക്രീനിങ്ങൾ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ചെയ്യാനുള്ളത്, എസ്പെഷ്യലി പ്രൊഫഷണൽസ്, പാട്ട് പാടുന്നവര്, സിംഗേഴ്സ്, മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതോടൊപ്പം തന്നെ ഈ ഉയർന്ന ശബ്ദത്തിൽ നിൽക്കുന്ന എല്ലാവരും, ഈ ഉയർന്ന ശബ്ദമുണ്ടാകുന്ന തൊഴിലിടങ്ങളിൽ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്ന ആൾക്കാർ, അത്തരം സന്ദർഭങ്ങളിൽ നാം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് ഈ നമ്മുടെ ചുറ്റുവട്ടമുള്ള സൗണ്ടിന്റെ ശക്തി അളക്കുവാനുള്ള ആപ്പുകൾ ഇന്ന് ലഭ്യമാണ്. എല്ലാവരും ഇപ്പോ നമുക്ക് പ്ലേ സ്റ്റോറിലൂടെയോ അല്ലാതെയോ ഒക്കെ തന്നെ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ട് പരിശോധിക്കാം. അപ്പൊ ആ പരിശോധനയിലൂടെ നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിലെ ശബ്ദം എത്രയുണ്ട് എന്ന് നാം മനസ്സിലാക്കാം. നമുക്കതൊരു ഒരു 40, 50, 60യുടെ ചുറ്റുവട്ടമൊക്കെ നിർത്തുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അതൊരു 70, 80യിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേൾവി നഷ്ടപ്പെട്ടുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക. അത്തരം ഡെസിബെല്ലുകളിലേക്ക് ഒരു 120യുടെ മേലിൽ 150യുടെ മേലിലൊക്കെ പോവുകയാണെങ്കിൽ പെർമനന്റ് ആയിട്ട് നമുക്ക് കേൾവി നഷ്ടപ്പെട്ടു പോകും. 100ന് മുകളിൽ നിൽക്കുന്നത് വളരെയധികം ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ ഒരു സാധാരണ ഒരു ലെവലിന് താഴെ, 60യുടെ താഴെ, 50യുടെ 40 to 50, 60 ആ ലെവലിന് താഴെ നിർത്താൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ശബ്ദം, ചുറ്റുമുള്ള അന്തരീക്ഷത്തിലുള്ള ശബ്ദ കോലാഹലങ്ങളുടെ ഒരു അളവ് ചെയ്യാനുള്ള ആപ്പുകൾ ലഭ്യമാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അത് വളരെ പ്രാധാന്യം അറിയിക്കുന്നു. ഉയർന്ന ശബ്ദമുള്ള സ്ഥലത്ത് പോകാതിരിക്കുക. ഉയർന്ന ശബ്ദ സ്ഥലത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായി നിൽക്കുന്ന ജോലി ഉണ്ടെങ്കിൽ അത് ഞാൻ വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയേണ്ടി വരും. നോയിസ് പൊല്യൂഷൻ ഡിവൈസ് ഒന്നും ഇല്ലെങ്കിൽ പോലും കേൾവി ശബ്ദ തരംഗങ്ങൾ ഉള്ളിലേക്ക് പോകാതിരിക്കാനുള്ള ഡിവൈസുകൾ നമുക്ക് ലഭ്യമാണ്, അത് ഉപയോഗിക്കാം. അതിനുമപ്പുറം ഏറ്റവും പ്രാധാന്യമുള്ളത് ഹെഡ്ഫോൺ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഹെഡ്ഫോൺ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത സന്ദർഭത്തിലാണ്. പക്ഷെ എന്റെ വോളിയം തീർച്ചയായും 30നും 40നും ഇടയ്ക്കാണ്. 60 എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ഏറ്റവും കുറച്ച് മിനിമം കേൾക്കുന്ന രീതിയിലേക്ക് ഇത് വെക്കുക, അധിക സമയം കേൾക്കാതിരിക്കുക. അതിനൊരു അപകടമുണ്ട്. ഈ ഉയർന്ന ശബ്ദ തരംഗങ്ങൾ കേൾക്കുന്നത് നമുക്ക് വല്ലാത്തൊരു കിക്ക് ലഭിക്കും. പ്രത്യേകിച്ച് സിനിമ കാണുക അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, ചെറിയ ചെറിയ ശബ്ദ തരംഗങ്ങൾ പോലും നമ്മുടെ ബ്രെയിനിലേക്ക് അബ്സോർബ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് എത്തിച്ചേർന്നിട്ട് വല്ലാത്തൊരു സുഖം നൽകുന്നുണ്ട്. അതിൽ അഡിക്റ്റഡ് ആയിരിക്കും. പ്രത്യേകിച്ച് ഗെയിമുകൾ, ഓൺലൈൻ ഗെയിമുകൾ കളിക്കുന്ന ആൾക്കാർ, അത്തരം കൊച്ചുകുട്ടികൾ അല്ലെങ്കിൽ ടീനേജിലുള്ള ആൾക്കാർ ആ ഓൺലൈൻ ഗെയിം കളിക്കുമ്പോൾ വീട്ടിലെല്ലാവരും ഉറങ്ങുമായിരിക്കും. അപ്പൊ ഓൺലൈൻ ഗെയിം കളിക്കുവാനായിട്ട് ഒരു ഹെഡ്ഫോൺ എടുത്ത് വെച്ചിട്ട് അത് കേട്ടുകൊണ്ട് പഠിക്കുന്ന അല്ലെങ്കിൽ അത് കളിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് തീർച്ചയായിട്ടും കേൾവിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത്, അതാണ് ഒരു ടേക്ക് ഹോം മെസ്സേജ്, കേൾവി നഷ്ടപ്പെട്ട് പോകുന്നതിന്റെ കാരണങ്ങളിലെ ഒരു നല്ല ശതമാനവും പ്രിവെന്റ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം കേൾവി ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോകാൻ തുടങ്ങിയാൽ നമ്മൾ ആദ്യമേ ചെയ്യുകയും അത് ചികിത്സിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിലൊരു നല്ല ശതമാനം ആൾക്കാരിലും പരിപൂർണമായിട്ടും കേൾവി നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ചികിത്സാ മാർഗങ്ങളും മറ്റു രീതികളും ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു പക്ഷേ നമുക്ക് കേൾവി നഷ്ടപ്പെട്ടു പോകുന്നു,
ചികിത്സയിലൂടെ, നെർവ് ഡെഫ്നെസ് ആണ് പറയുന്നത്, ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ഓപ്പറേഷനിലൂടെ അല്ലെങ്കിൽ ഗുളികകളിലൂടെ അല്ലെങ്കിൽ മരുന്നുകളിലൂടെ അല്ലെങ്കിൽ നേസൽ സ്പ്രേയിലൂടെ മറ്റ് ചികിത്സയിലൂടെ മാറുന്നതിനും അപ്പുറം നെർവ് ഡെഫ്നെസ് ഉണ്ടാവുകയാണെങ്കിൽ, നെർവിന്റെ പരാധീനതകൾ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ഹിയറിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഹിയറിംഗ് ഡിവൈസുകളുണ്ട്. അത് ഉപയോഗിക്കാൻ മടിച്ചു നിൽക്കരുത്. കാരണം കേൾവി തീർച്ചയായും നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി നന്നാക്കും. വ്യക്തമാണ് ഡോക്ടർ. സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. കാരണം ഈ ഒരു സമയം കൊണ്ടൊന്നും തീരുന്ന വിഷയമല്ല നമ്മുടെ കേൾവിശക്തിയുടെ ആരോഗ്യവും സംരക്ഷണവും. എന്തായാലും കേൾവിശക്തി സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഹലോ ഡോക്ടറിലൂടെ കേട്ടത്. ഇത്തരം വിശദമായ വിവരങ്ങൾ നമ്മളോടൊപ്പം പങ്കുവച്ചത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സുൽഫി നുഹുവാണ്. ഡോക്ടർ വളരെയധികം നന്ദി. ഹലോ ഡോക്ടർ പൂർണ്ണമാവുകയാണ്.